2025 സാമ്പത്തിക വർഷത്തിൽ വിവിധ മേഖലകളിൽ 8,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നത്. 2030 രാജ്യത്ത് 45 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. അതിന്റെ 2 ഭാഗവും ഗുജറാത്തിലെ ഖവ്ദ പുനരുപയോഗ ഊർജ്ജ പാർക്കിൽ ആയിരിക്കും ഉൽപ്പാദിപ്പിക്കുക. ഹൈലൈറ്റ്സ്: മോദി സർക്കാരിന് ഭരണത്തുടർച്ച ഉണ്ടായാൽ അദാനി ഗ്രൂപ്പിന് നേട്ടമാകും. അണിയറയിൽ ഒരുങ്ങുന്നത് വമ്പൻ പദ്ധതികൾ. സൗരോർജ്ജ ഉൽപ്പാദന രംഗത്ത് ഗുജറാത്തും മുന്നേറും. അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് അദാനി ഗ്രൂപ്പ്. അദാനി എക്സ്പോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ 1993 കമ്പനി രൂപീകരിച്ചത്. ഇത് പ്രധാനമായും ഗ്രൂപ്പിന്റെ ഇന്റഗ്രേറ്റഡ് റിസോഴ്സ് മാനേജ്മെന്റ്, പവർ ട്രേഡിംഗ്, നാച്ചുറൽ റിസോഴ്സ് ബിസിനസ്സുകൾ എന്നിവയെ ഒറ്റപ്പെട്ട അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്നു. പ്രാഥമികമായി കൽക്കരി, ഇരുമ്പയിര് എന്നിവയുടെ ഖനനത്തിലും വ്യാപാരത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. General information. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അദാനി ഓഹരികൾ: അദാനി ഗ്രീൻ എനർജി, അദാനി പോർട്സ് ആൻഡ് സെസ്, അദാനി പവർ, അദാനി ട്രാൻസ്മിഷൻ, അദാനി വിൽമർ. അദാനി പവർ 11 ജിഗാവാട്ടിലധികം സ്ഥാപിത ശേഷിയുള്ള ഈ ഉപസ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ ഉൽപ്പാദകരിൽ ഒന്നാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ അദാനി പവർ താപവൈദ്യുത നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. പ്രഡിക്ഷൻ: അദാനി ഗ്രീൻ എനർജി. ഈ അനുബന്ധ സ്ഥാപനം ഇന്ത്യയിൽ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ വികസിപ്പിക്കുന്നതിലും പ്രവർത്തിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അദാനി ഗ്രീൻ എനർജിക്ക് സൗരോർജ്ജ, കാറ്റാടി വൈദ്യുതി പദ്ധതികൾ ഉൾപ്പെടെ 13 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജ പദ്ധതികളുടെ പോർട്ട്ഫോളിയോയുണ്ട്. പ്രഡിക്ഷൻ: അദാനി തുറമുഖങ്ങളും പ്രത്യേക സാമ്പത്തിക മേഖലയും. രാജ്യത്തുടനീളമുള്ള 12 തുറമുഖങ്ങളും ടെർമിനലുകളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ ഓപ്പറേറ്റർമാരിൽ ഒന്നാണ് ഈ ഉപസ്ഥാപനം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിലാണ് EPSEZ തുറമുഖങ്ങൾ നടത്തുന്നത്. പ്രഡിക്ഷൻ: അദാനി ലോജിസ്റ്റിക്സ്. ഓട്ടോമോട്ടീവ്, റീറ്റെയിൽ, ഇകൊമേഴ്സ് എന്നിവയുൾപ്പെടെ വിവിധ വ്യവസായങ്ങൾക്കായി ഈ സബ്സിഡിയറി ലോജിസ്റ്റിക്സ് സൊല്യൂഷനുകൾ നൽകുന്നു. അദാനി ലോജിസ്റ്റിക്സ് ഇന്ത്യയിലുടനീളം വെയർഹൌസുകളുടെയും ലോജിസ്റ്റിക്സ് ഹബ്ബുകളുടെയും ഒരു ശൃംഖല പ്രവർത്തിപ്പിക്കുന്നു. അദാനി വിൽമർ. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രിബിസിനസ് കമ്പനികളിലൊന്നായ വിൽമർ ഇന്റർനാഷണലിന്റെയും അദാനി ഗ്രൂപ്പിന്റെയും സംയുക്ത സമമാണ് ഈ ഉപസ്ഥാപനം. അദാനി വിൽമർ ഇന്ത്യയിൽ പാചക എണ്ണകൾ, സോയ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ, മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. പ്രഡിക്ഷൻ: എന്തുകൊണ്ടാണ് അദാനി ഓഹരി വില ഉയരുന്നത്? സാമ്പത്തിക പ്രകടനം, ബിസിനസ് വളർച്ച, കരാറുകൾ, വിപണി വികാരം, വ്യവസായ പ്രവണതകൾ, മാക്രോ ഇക്കണോമിക്സ് എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ അദാനി പ്രതിരോധത്തെയും എയ്റോസ്പേസ് ഓഹരി വിലയെയും സ്വാധീനിക്കുന്നു. ന്യൂസ്: മൾട്ടിബാഗർ സ്റ്റോക്ക്. അദാനി പവർ ഓഹരി വില ആജീവനാന്ത ഉയരത്തിലെത്തി. 25 സാമ്പത്തിക വർഷത്തിൽ അദാനി 80,000 രൂപ കാപെക്സ് ലക്ഷ്യമിടുന്നതിനാൽ അദാനി എന്റർപ്രൈസസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അദാനി പവർ ഓഹരി വില ലക്ഷ്യം. മുന്നോട്ട് നോക്കുമ്പോൾ അദാനി പവർ ഓഹരി വില റാലി തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേനലവധിക്കാലത്തെ ആവശ്യം ഉയരുന്നത് വൈദ്യുതി കമ്പനികൾക്ക് ഗുണം ചെയ്യും. ഇത് അദാനി ഗ്രൂപ്പ് കമ്പനിയിൽ നിന്നുള്ള ശക്തമായ ത്രൈമാസ സംഖ്യകളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ആവേശകരമായ നിക്ഷേപ അവസരങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് കൂടുതൽ വളർച്ചയ്ക്കുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. അടുത്ത അദാനി പവർ ഓഹരി വില ലക്ഷ്യം 800 രൂപ ആണ്. അദാനിയുടെ ഭാവി പ്രവർത്തനങ്ങൾ.
2025 സാമ്പത്തിക വർഷത്തിൽ അദാനി എന്റർപ്രൈസ് രാജ്യത്ത് 80,000 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തുന്നത്. ഊർജ്ജരംഗം മുതൽ വിമാനത്താവളങ്ങളും ഡാറ്റാ സെന്ററുകളും വരെയുള്ള വിവിധ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. കൺക്ലൂഷൻ: ഊർജ്ജം, വിഭവങ്ങൾ, അഗ്രിബിസിനസ്, ലോജിസ്റ്റിക്സ് എന്നിവയും അതിലേറെയും ഉൾപ്പെടെ നിരവധി വ്യവസായങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന പ്രവർത്തനങ്ങളുള്ള ഇന്ത്യയിലെ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് അദാനി ഗ്രൂപ്പ്. മോദി സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടായാൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ അതിവേഗം കുതിക്കും എന്ന് ഉറപ്പാണ്. താങ്ക് യു.